ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അത് പ്രത്യേകിച്ച് അമേരിക്ക ഇറാനിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ. എന്തുകൊണ്ടാണ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഡീൽ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ മേളിൽ ആക്രമണം നടത്തിയതുപോലെയോ, ഇൻഫാക്റ്റ് ഇറാഖിൻ്റെ ഉള്ളിൽ സദാം ഹുസൈനെ പിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ആക്രമണം നടത്തിയതുപോലെയോ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാറിലേക്ക് ഇറാനെതിരെ ഇറങ്ങാൻ പറ്റാത്തത്? ഇപ്പോൾ അമേരിക്ക തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ആക്രമണങ്ങൾ എത്ര നാൾ നടത്താൻ പറ്റും? ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റിൽ പലരും ഇറാൻ്റെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള തിരിച്ചടി, അവിടെയുള്ള അമേരിക്കൻ ബേസുകളിൽ നടക്കുന്ന ആക്രമണങ്ങൾ, ഇതൊക്കെയാണ് ശരിക്കും ഇറാൻ അമേരിക്കയ്ക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളികളായിട്ട് കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? മെയിൻ പിക്ചർ അങ്ങനെയാണോ ചോദിച്ചാൽ അങ്ങനെയല്ല. അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അവർ സ്ഥാപിച്ചിരിക്കുന്ന അവരുടെ എയർ ബേസുകൾ, ആ ബേസുകളിൽ പരിമിതമായ അളവിലുള്ള റഡാർ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ തന്നെയാണ് അവർ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതിലേക്കൊക്കെ വരുന്ന ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അവർ ഓൾറെഡി എഴുതി തള്ളിയതാണ്. ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ നടത്തുന്ന ആക്രമണത്തിൽ ഈ മിഡിൽ ഈസ്റ്റ് ബേസുകളിലേക്കുള്ള ഉപകരണങ്ങളൊക്കെ ആക്രമിക്കപ്പെടാനും അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി തന്നെ അവർക്കറിയാം. അമേരിക്ക ആക്രമണം നടത്തുന്നത് എവിടെ നിന്നാണ്? അമേരിക്ക ആക്രമണം നടത്തുന്നത് നാറ്റോ ബേസുകളിൽ നിന്നുമാണ്. UK നിന്നാണ് അവർ ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉള്ളിൽ നിന്നുമാണ് അവർ ടേക്ക് ഓഫ് ചെയ്ത് ഇറാൻ്റെ അടുത്ത് നിന്ന് ആക്രമണം നടത്തുന്നത്. പിന്നെ അതിലുപരിയായിട്ട് അവർ ഒരു എയർക്രാഫ്റ്റ് കാരിയേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണം നടത്തുന്നത് കൊണ്ട് ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ആക്രമണങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങൾ അവരെ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് ഇൻഡയറക്റ്റായിട്ട് അമേരിക്കയുടെ അടുത്ത് സംസാരിച്ച് അമേരിക്കയുടെ യുദ്ധത്തിന് ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു വിരാമം, അത്തരത്തിലുള്ള ഒരു ടാക്ടിക്സ് ആണ് ഇറാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വിജയകരമാണെന്ന് വെച്ചാൽ വിജയകരമല്ല. ഇപ്പം ഇന്നലെ നോക്കൂ, ഇന്ന് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ആ ബ്രിഡ്ജ്, ബന്ദർ ഖമീർ ബ്രിഡ്ജ്, ഈ ബന്ദർ ഖമീർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്ഥലമാണ് ഈ ബന്ദർ ഖമീർ എന്ന് പറയുന്നത്. ഈ ബന്ദർ ഖമീർ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും 3 ബ്രിഡ്ജുകളാണ് ബന്ദർ അബ്ബാസ് പോർട്ടിനെ മെയിൻലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ആ ബന്ദർ അബ്ബാസ് പോർട്ടിലേക്ക് വരുന്ന ആ കണക്ടിവിറ്റിയാണ് 3 ബ്രിഡ്ജുകൾ. അതിൽ 2 ബ്രിഡ്ജുകളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഒരെണ്ണം പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. ഇറാൻ ഒരുപക്ഷെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി നടത്താൻ വേണ്ടിയിട്ട് അവിടെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതിൻ്റെ പുതിയ ഫൂട്ടേജസ് പുറത്ത് വന്നിട്ടുണ്ട്, ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടോളൂ, വളരെ വ്യക്തമായിട്ട് കണ്ടോളൂ. അടിച്ച് താറ പരിച്ചിട്ടിരിക്കുകയാണ്. ആക്രമണം എന്ന് പറഞ്ഞാൽ അമ്മാതിരിയുള്ള അറ്റാക്കിൽ അടിച്ച് തോലച്ച് മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൻ്റെ ഇടയിൽ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അതിൽ 3 വാഹനങ്ങൾ ഈ ആക്രമണത്തിൽ പെട്ടിട്ടുണ്ട്. 8 പേര് ഇതിനകത്ത് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. ഈ ബന്ദർ അബ്ബാസ് ആ നേവൽ ബേസ് ഏരിയ, ശരിക്കും ഈ ബന്ദർ ഖമീസ് എന്ന് പറയുന്ന ഏരിയ, ഈ 2 ഏരിയയും ശരിക്കും ഈ ബ്രിഡ്ജ് കടന്നു പോകുന്നതിൻ്റെ അടിവശം മൊത്തത്തിൽ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതേപോലെ ബുഷർ ഏരിയയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാനുമായിട്ട് അമേരിക്ക യുദ്ധം നടത്തി വിജയിക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാലം കൺസിസ്റ്റൻ്റ് ആയിട്ട് യുദ്ധം നടത്താൻ കപ്പാസിറ്റി ഉണ്ട്, അതാണ് വിജയത്തിൻ്റെ മന്ത്രം. അമേരിക്കയ്ക്ക് ഒരു ലോങ് ഡ്യൂറേഷൻ യുദ്ധം നടത്തി, ഫോർ എക്സാമ്പിൾ 1.5 year, 2 years, മേ ബി 2 to 3 years, ഇത്രയും കാലയളവ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യുദ്ധം നടത്തി പിടിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ അമേരിക്കയ്ക്ക് വിജയിക്കാം. അത് ഒരു ഹ്യൂജ് എക്സ്പെൻസസ്, വൻ നഷ്ടമുണ്ടാക്കുന്നൊരു പരിപാടിയാണ്. അമേരിക്ക എന്തുകൊണ്ട് അത് ചെയ്യണം? ആ ചോദ്യത്തിനുള്ള ഉത്തരം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കൻ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, അമേരിക്കൻ കോൺഗ്രസ്സിൽ. എന്നാൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അല്ലാത്ത പക്ഷം ട്രംപിന് തിരിച്ചടി കിട്ടും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ നാച്ചർ അങ്ങനെയാണ്. ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ആ തിരിച്ചടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ഫുട്ടേജസ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ രാജ്യങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അവർ പുറത്ത് പബ്ലിഷ് ചെയ്യാൻ സിവിലിയൻസിനോ അല്ലെങ്കിൽ മീഡിയയ്ക്കോ പെർമിഷൻ നൽകാറില്ല. അത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കും. ആ രാജ്യത്തിൽ താമസിക്കുന്ന ജനങ്ങളുടെ മാനസികാവസ്ഥയെ അത് ബാധിക്കും. അവരുടെ രാജ്യത്തെ ടൂറിസത്തിൻ്റെ ബിസിനസ്സിൽ കുറവ് രേഖപ്പെടുത്തും. ഇത്തരത്തിലുള്ള റവന്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യങ്ങളിൽ നിന്നും ഫൂട്ടേജസ് അത്ര എളുപ്പത്തിൽ പുറത്തു വരാറില്ല. പക്ഷേ സാറ്റലൈറ്റ് ഇമേജ് പുറത്തു വന്നിട്ടുണ്ട്. ആ സാറ്റലൈറ്റ് ഇമേജസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ജോർദാൻ്റെ ബേസ് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ മിനിമം ലെവലിലുള്ള അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കുവൈറ്റിൽ ഇന്നലെ രാത്രി ഡ്രോൺ അറ്റാക്ക് നടന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്.
അതിലേതാണ്ട് 5 പേര് ഹോസ്പിറ്റലൈസ്ഡ് അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഒഫീഷ്യലി ഈ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഔദ്യോഗികമായിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമുക്ക് സാറ്റലൈറ്റ് ഇമേജസ് വെച്ചിട്ട് വിലയിരുത്താം. ഇനി ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലം, എത്ര സെക്ഷനായിട്ടാണ് യുദ്ധം നടക്കുന്നത്, എന്തുകൊണ്ട് അമേരിക്ക ചബാറിൽ അറ്റാക്ക് നടത്തുന്നു, ബന്ദർ അബ്ബാസിൽ അറ്റാക്ക് നടത്തുന്നു, കഴിഞ്ഞാൽ കുഷസ്ദാനിൽ അറ്റാക്ക് നടത്തുന്നു, ഷിറാസിൽ അടിക്കുന്നു, അപ്പം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെഹ്റാനിൽ അറ്റാക്ക് നടത്താൻ പോകുന്നു. അപ്പോൾ ഇത് പ്രത്യേകിച്ച് വാർത്ത അവതരിപ്പിക്കുന്ന എനിക്കും വാർത്ത കേൾക്കുന്ന നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പം അമേരിക്ക അവിടെ അറ്റാക്ക് നടത്തി, ഇവിടെ ബോംബിട്ടു, ആ പാലം തകർത്തു, ഈ പാലം തകർത്തു, ഇങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. ഇപ്പം ഞാനിവിടെ തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ തരാൻ പോവാണ്. ഈ പിക്ചറിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അമേരിക്ക പ്ലാൻ ചെയ്തിരിക്കുന്നത്, എന്താണ് അവർ ഈ ഒരു ആക്ഷൻ പ്ലാനിലൂടെ ഇറാനെ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഏത് റൂട്ടിലൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇറാൻ അമേരിക്കക്കെതിരെ പലപ്പോഴായിട്ട് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ വെല്ലുവിളി ഇച്ചിരി കുറവാണ്. അതിന് കാരണം എന്താണ്? അമേരിക്ക ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുന്നു. അതും ഇറാൻ ഇട്ടുവെച്ചിരുന്ന റൂട്ട് മാപ്പ്, ആ പ്ലാൻ അനുസരിച്ച് അമേരിക്ക ആക്രമണം നടത്തുന്നു. അതായത് ഇറാൻ ഏതൊക്കെ മേഖലകൾ അവരുടെ ഡിഫെൻസീവ് എന്ന് പറഞ്ഞിട്ട് അവർ ശക്തമായ രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ മേഖലകളൊക്കെ ഇപ്പോൾ അമേരിക്ക കയറി അടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഗാലിബാഫും പാകിസ്ഥാനും JD വാൻസിൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചിട്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഡീലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. കാരണം IRGC വെല്ലുവിളി ഉയർത്തുന്നത് പോലെയുള്ള എളുപ്പപ്പണിയല്ല അടി ഏറ്റുവാങ്ങുന്നത്. ആക്രമണം ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു 5 പാർട്ടായിട്ട് നിങ്ങൾ വേർതിരിക്കണം ഇറാനെ. കാരണം ഇറാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഒരു മരുഭൂമിയിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു നിരന്ന പ്രദേശത്ത് പോയിട്ട് യുദ്ധം ചെയ്യുന്ന പോലെയുള്ള സംഗതികളല്ല. അവിടെ എല്ലാം മലനിരകളും വലിയ രീതിയിലുള്ള പാറക്കെട്ടുകളും. ഇറാൻ നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആണ്. അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇറാൻ. ആ സ്റ്റേറ്റിനോടാണ് അമേരിക്ക യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് ചിന്തിക്കണം. അല്ലാതെ ഇറാൻ ആക്രമിക്കുന്നത് പോലെ മരുഭൂമി പ്രദേശങ്ങളിലേക്ക് മിസൈൽ വിടുക, റോക്കറ്റ് വിടുക, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രോൺ അയക്കുക, അത്തരത്തിലുള്ള എളുപ്പപ്പണിയല്ല അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. ഇത് അമേരിക്കയ്ക്കേ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കണം. ഇത്തരത്തിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വൻ ശക്തികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഇറാനിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ളത്. ഇതിൽ നമ്പർ 1 കാർഗ് ദ്വീപ്, കാർഗ് ഐലൻഡ്. കാർഗ് ഐലൻഡ് എല്ലാവർക്കും അറിയാമല്ലോ, വളരെ ഫേമസ് ആണ്, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു കാണിച്ചിട്ടുള്ള സ്ഥലവും കൂടിയാണ്. നമ്പർ 2 ഹോർമോസ് കടലിടുക്ക്. ആ ഒരു ഹോർമോസ് സ്ട്രൈറ്റ്, വളഞ്ഞു കിടക്കുന്ന സ്ഥലമല്ലേ ആ സ്ട്രൈറ്റ്. ഇപ്പോൾ അമേരിക്ക തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കർവ്ഡ് ഏരിയ. 3 പേർഷ്യൻ ഗൾഫ്, അതായത് ഈ പേർഷ്യൻ ഗൾഫിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദ്വീപുകൾ. ആ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് 2-3 ദ്വീപുകളെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. അബു മൂസ ഐലൻഡ്, ഗ്രേറ്റർ തൻബ്, ലെസർ തൻബ്. 4 ചാബഹാർ തുറമുഖം, ചാബഹാർ പോർട്ട്. ഇന്നലെ അമേരിക്ക അടിച്ച് തൂഫാനാക്കി കൈ കൊടുത്ത ചാബഹാർ തുറമുഖം. 5 കുഷസ്ദാൻ. ഈ കുഷസ്ദാൻ എന്ന് പറയുന്നത് അങ്ങറ്റത്ത്, പേർഷ്യൻ ഗൾഫിൻ്റെ അങ്ങറ്റത്ത് ഇറാഖുമായിട്ട് ഇറാൻ ബോർഡർ ഷെയർ ചെയ്യുന്ന ആ എഡ്ജിൽ വരുന്ന സ്ഥലമാണ് കുഷസ്ദാൻ. ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള ഒരു പ്രൊവിൻസാണ് കുഷസ്ദാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുഷസ്ദാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ കാർഗ് ഐലൻഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ കാർഗ് ഐലൻഡ് ശരിക്കും ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള ഒരു ഐലൻഡാണ് കാർഗ് ഐലൻഡ്. എണ്ണശേഖരം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ശേഖരമല്ല. അതായത് ഇറാൻ്റെ ഉള്ളിൽ നിന്നും കുഷസ്ദാൻ പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന ഓയിൽ അവർ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ഈ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട്, കയറ്റുമതിക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിന് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന ഒരു ഐലൻഡാണ് ഈ കാർഗ് ഐലൻഡ്. ഈ കാർഗ് ഐലൻഡിനെ ഇപ്പോൾ അമേരിക്ക ക്യാപ്ചർ ചെയ്യുന്നു വെച്ചോ. ഒരു 50,000 സോൾജേഴ്സിനെ ഇപ്പം അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പല ബേസുകളിലായിട്ട് അവർ തമ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാർഗ് ഐലൻഡിനെ അമേരിക്ക പിടിച്ചടക്കുന്നുവെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇത് പിടിച്ചടക്കുന്നതിലൂടെ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു മേജർ പോർഷൻ തടസ്സപ്പെടും. ഇത് ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിൽ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നിലവിലെ ഇപ്പോൾ ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മറ്റു പല രാജ്യങ്ങളുടെ സൈഡിൽ നിന്നും ഡൈവേഴ്സിഫൈ ചെയ്തുള്ള എണ്ണ പർച്ചേസാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ അമേരിക്കയ്ക്ക് ഒരിക്കലും അവിടെ സമാധാനപരമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അവിടെ തീർച്ചയായിട്ടും ഇറാൻ്റെ തിരിച്ചടികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ കാർഗ് ഐലൻഡ് പിടിച്ചിട്ട് അമേരിക്കയ്ക്ക് അവിടെ നിന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല. കാർഗ് ഐലൻഡ് പറയുന്ന പോലെ എളുപ്പത്തിൽ അങ്ങ് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് അത്ര എളുപ്പത്തിലുള്ള പരിപാടിയല്ല. അത് ഈസിയല്ല. ഇറാൻ്റെ ശക്തമായിട്ടുള്ള റിട്ടാലിയേഷൻ, തിരിച്ചടികൾ, അതുപോലെ തന്നെ രഹസ്യമായിട്ടുള്ള ഒളിയമ്പുകൾ, ഇതെല്ലാം തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിരന്തരം ഒരു തൊല്ലയായിട്ട് മാറും. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഉള്ളിലേക്ക് അറ്റാക്ക് നടത്തി
അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള ഭീഷണിയും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അവിടെ കാർഗിൽ ഐലൻഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ സ്വയമേ ചിന്തിച്ച് നോക്കുക. ജസ്റ്റ് അമേരിക്ക പോയി കാർഗിൽ ഐലൻഡ് പിടിച്ചെടുത്ത ഉടനെ ഇറാൻ അങ്ങ് നോക്കിയിരിക്കും. ഇറാൻ കയ്യിൽ വെച്ചിരിക്കുന്ന മിസൈലുകൾ മൊത്തം കാർഗിൽ ഐലൻഡിലേക്ക് വിടും. അമേരിക്കൻ സോൾജേഴ്സ് അവിടെ കൂട്ടം കൂട്ടമായിട്ട് മരിച്ചു വീഴേണ്ട സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമോശം അമേരിക്ക കാണിക്കുമോ? ഒരിക്കലുമില്ല. മിലിറ്ററി സ്ട്രാറ്റജി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കാണിക്കില്ല. പിന്നെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ടെമ്പററി ആയിട്ട് കാർഗിൽ ഐലൻഡ് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് കൈകാര്യം ചെയ്യാം. 2, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഇത് നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ദീർഘകാലം ആക്രമണങ്ങൾ നടത്തേണ്ടി വരും. അല്ലാതെ ഇത് കൈക്കലാക്കാൻ പറ്റില്ല. ലോങ് ഡ്യൂറേഷൻ, ഞാൻ പറഞ്ഞതുപോലെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു കാലയളവിലേക്ക് അമേരിക്ക അവരുടെ ഫണ്ട് മൊത്തം ചാർട്ട് ചെയ്യേണ്ടി വരും. ഇത്ര ബില്യൺ $US മുടക്കിക്കൊണ്ട് അമേരിക്ക അടുത്ത 5 വർഷത്തേക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ നിയന്ത്രിക്കുമെന്നുള്ള തീരുമാനം ദീർഘവീക്ഷണത്തോടു കൂടി എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. എന്നാൽ അവിടെയും ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടാവും. ഇറാനെ പേടിച്ചുകൊണ്ട് മാത്രമേ അവിടെയും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ പിടിച്ചടക്കാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറാൻ അമേരിക്ക യുദ്ധം ഒരു നീണ്ടകാല യുദ്ധമായിട്ട് മാറും. അല്ലാതെ ഉടനെ 1 മാസത്തിലോ 2 മാസത്തിലോ ഒരു സീസ് ഫയർ ഡീലൊക്കെ വെച്ചിട്ട് അങ്ങനെ മാറിപ്പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നീണ്ടകാല യുദ്ധമായിട്ട് മാറും. ചിലപ്പോൾ ഒരു 5 വർഷം 8 വർഷം 10 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും. അതിന് അമേരിക്ക തയ്യാറാണോ എന്നുള്ളത് അമേരിക്ക അവരോട് തന്നെ അവർ ചോദ്യം ചെയ്തിട്ട് വേണം അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ. ഇനി പേർഷ്യൻ ഗൾഫ് മേഖലകൾ, അതായത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കിടക്കുന്ന ഞാൻ പറഞ്ഞ 3 ദ്വീപുകൾ, അബു മൂസ ഐലൻഡ്, ഗ്രേറ്റർ തൻ, ലെസർ തൻ, ഇതേപോലത്തെ ഈ ഐലൻഡുകൾ, ലവാൻ ഐലൻഡ്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് അവിടെ നിന്നൊരു ആധിപത്യം ഇല്ലെങ്കിൽ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ സംരക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. നിരന്തരമായിട്ട് ഇറാന്റെ സൈഡിൽ നിന്നുമുള്ള ഡ്രോൺ ത്രെട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ 24/7 ഇറാന്റെ സൈഡിൽ നിന്നുള്ള ഡ്രോണുകളും ആക്രമണങ്ങളും നോക്കിയിരുന്ന് സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആ ഐലൻഡ് ക്യാപ്ചർ ചെയ്യുന്നതിലൂടെ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരും. അമേരിക്കയ്ക്കെന്നല്ല, ആ ഐലൻഡ് ആര് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചാലും ഇതായിരിക്കും സംഭവിക്കുക. അപ്പോൾ അത് പോയി പിടിച്ചെടുക്കുന്നത് ഒരു ട്രാപ്പാണ്. ആ ഐലൻഡുകൾ സ്വമേധയാ ഇറാൻ ഇങ്ങനെ വിട്ടു തന്നാൽ പോലും അമേരിക്ക ഈ ഒരു സാഹചര്യത്തിൽ പോയി അതിനെ ക്യാപ്ചർ ചെയ്യുന്നത് അതൊരു കെണിയാണ്, ട്രാപ്പാണ്. അമേരിക്കയ്ക്ക് തന്നെ അതൊരു ട്രാപ്പായി മാറും. 4, ചാബഹാർ തുറമുഖം. പ്രത്യക്ഷത്തിൽ ഒരു ഡീപ്പ് വാട്ടർ പോർട്ട് എന്നുള്ളതിലുപരിയായി ചാബഹാർ തുറമുഖം കൊണ്ട് ഇറാന് വലിയ കാര്യമായിട്ടുള്ള രീതിയിൽ ഡിഫൻസ് പരമായിട്ട് അവർക്ക് ഒരു നഷ്ടം വരാനില്ല. ശരിയാണ്, ആഴക്കടൽ ചരക്ക് ഗതാഗതം, അതായത് വലിയ വലിയ ഷിപ്പുകൾ അടുപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. അതുകൊണ്ട് അവരുടെ ഇമ്പോർട്ട് ആ രാജ്യത്തിലേക്ക് ഉണ്ടാകുന്ന ഇറക്കുമതിയിൽ വലിയ രീതിയിലുള്ള കുറവ് നേരിടേണ്ടി വരും. അതിന് പകരം അവർ പല രാജ്യങ്ങളെയും, പാകിസ്ഥാൻ പോലത്തെ നെയ്ബർ രാജ്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറും. എന്നാൽ ഇറാനെ പെർമനന്റ് ആയിട്ട് സമ്മർദ്ദത്തിലാക്കാനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റീസൺ ചാബഹാർ പോർട്ടിലില്ല. അപ്പോൾ അമേരിക്ക കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ചാബഹാർ പോർട്ടിൽ മാറി ആക്രമണം നടത്തിയെങ്കിലും അതത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ചാബഹാർ പോർട്ട് ഓൾറെഡി തന്നെ ഇറാന്റെ ഈ കോർണറിൽ എഡ്ജിലിരിക്കുന്ന സ്ഥലമാണ്. ആ പോർട്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞാലും അത് അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഷിപ്പ് അടുപ്പിക്കുന്ന രീതിയിൽ അത് റീബിൽഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അവർക്ക്. 5ാമത് നമ്മൾ നോക്കുന്ന സ്ഥലമാണ് കുശസ്താൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കുശസ്താനിൽ ഇന്നലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ കുശസ്താൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ അങ്ങേയറ്റം ശ്രമിക്കും. ആക്രമണം നടത്തുന്നെങ്കിൽ കുശസ്താനിൽ അടിക്കണം. കുശസ്താനിൽ അടിച്ചു കഴിഞ്ഞാൽ ഇറാന് കൃത്യമായിട്ട് നോവും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദനം നടക്കുന്ന ഒരു പ്രൊവിൻസാണ് കുശസ്താൻ. ഈ കുശസ്താൻ ഇറാഖിൻ്റെ ബോർഡറുമായിട്ട് ചേർന്നാണ് കിടക്കുന്നത്. ഈ കുശസ്താൻ്റെ ആ സൈഡ് ബോർഡറുകളിൽ PMF, പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഇറാന്റെ പ്രോക്സികൾ, 64ലധികം പ്രോക്സികളെ ഇറാൻ ഈ കുശസ്താനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാഖിൻ്റെ ഉള്ളിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. അതായത് ഈ കുശസ്താൻ എന്ന് പറഞ്ഞ പ്രൊവിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ 64ലധികം മലേഷ്യ ഗ്രൂപ്പുകൾക്ക് പണം കൊടുത്ത് ഇറാഖിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കുന്നുണ്ട്. അവരാരും ഇറാന്റെ ഉള്ളിലല്ല, ഇറാഖിൻ്റെ ഉള്ളിലാണ് അവരിയ്ക്കുന്നത്. നിങ്ങൾ ഇറാഖിൻ്റെ ഉള്ളിൽ കയറി കുശസ്താനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം വരാൻ സാധ്യതയുള്ള സ്ഥലം ഇറാഖാണ്. ഇറാഖിൽ നിന്നും അമേരിക്കൻ ഫോഴ്സിനെതിരെ ശക്തമായ രീതിയിൽ അറ്റാക്ക് വരും. അത് ഡ്രോൺ ആവാം, മിസൈലുകളാവാം, റോക്കറ്റുകളാവാം, എന്ത് തരത്തിലുള്ള ആക്രമണവും പ്രതീക്ഷിക്കാം. ഇത് അമേരിക്കയ്ക്ക് അറിയാമായിരിക്കും. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുശസ്താനിലെ പരിമിതമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക. ഈ കുശസ്താനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ കുഴിച്ചെടുത്ത് അതിനെ കാർഗിൽ ഐലൻഡിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നെ ചില അനാലിസ്റ്റുകൾ പറയുന്നത് ഈ കുർദിഷ് ടീമുകൾ ഇറാൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തിക്കളയും. അത് നടക്കുന്ന കാര്യങ്ങളല്ല, അത്ര എളുപ്പത്തിൽ നടക്കത്തില്ല.
കുർദിഷുകൾക്കെതിരെ ഇറാൻ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവർ അതേ അളവിൽ തിരിച്ചടിക്കും, അത്രയേ ഉള്ളൂ. അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടോ അതിനേക്കാളും കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിലോ ആക്രമണങ്ങൾ നടത്തുമല്ലാണ്ട് അവരുടെ ഗ്രൗണ്ട് ഫോഴ്സിന് ഇറാൻ്റെ ഉള്ളിൽ തുനിഞ്ഞിറങ്ങില്ല. കാരണം അവർക്കറിയാം ഇറാൻ്റെ നേച്ചർ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക നടത്തുന്ന ആക്രമണം സൈനിക നീക്കത്തിലൂടെ മാത്രം ഒരിക്കലും ഒരു വിജയത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തുന്നുവെങ്കിൽ അവരുടെ, ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം സോൾജേഴ്സിനെ ഇറക്കിയിട്ട് കുഷസ്ഥാൻ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തണം. അത് നടത്തിയാൽ ഇറാന് നോവും. അതല്ലാതെ ഇപ്പം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്, ഈ ഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ ഇങ്ങനെ ആക്രമണം നടത്തിയാലും ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇപ്പം എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ മാപ്പ് നോക്കൂ. ഈ മാപ്പിൽ ബ്ലൂ കളറിൽ ഒരു ബോർഡർ നിങ്ങൾക്ക് മുകളിൽ കാണാം. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ത്രൂ ഔട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും പേർഷ്യൻ ഗൾഫ് വരെ ഈ ബ്ലൂ കളർ ബോർഡർ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിങ്ങൾ നോക്കൂ, റെഡ് സോൺ. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഭാഗം റെഡ് സോൺ ആണ്. ആ റെഡ് സോണിൽ ഇപ്പം ഇറാൻ്റെ ഉള്ളിൽ നിന്നുള്ള IRGCക്ക് തന്നെ അടുക്കാൻ പറ്റത്തില്ല. കാരണം അതിനെ ഐസൊലേറ്റ് ചെയ്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ അമേരിക്കയുടെ കൺട്രോളിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ബ്ലൂ ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ അടുത്ത പോസിബിൾ അറ്റാക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഈ ത്രൂ ഔട്ട് കംപ്ലീറ്റ് റെഡ് സോൺ ആയിട്ട് ഈ ത്രൂ ഔട്ട് ഈ ഏരിയ പേർഷ്യൻ ഗൾഫ് ത്രൂ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് മൊത്തത്തിൽ റെഡ് സോൺ ആയിട്ട് മാറേണ്ടതുണ്ട്. ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് മാത്രമാണ് റെഡ് സോൺ. ഇത് പൂർണ്ണമായിട്ടും റെഡ് സോൺ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്ത ആക്രമണം ബ്ലൂ ലൈൻ ഏരിയയിലേക്ക് അമേരിക്ക നടത്തും. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മോളോട്ട് ആക്രമണം നടത്തി ഇങ്ങനെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റത്തില്ല. ആ ബ്ലൂ ലൈൻ വരെ ആക്രമണം നടത്തി അപ്പുറത്ത് IRGCയെ മാറ്റി നിർത്തണം. എന്നാൽ മാത്രമേ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു ഫ്രീ നേവിഗേഷൻ സാധ്യമാവുള്ളൂ. എന്നിട്ട് ഈ അബുമൂസ ഐലൻഡ്, അതേപോലത്തെ ഈ ഗ്രേറ്റർ തൻബ്, ലെസർ തൻബ് എന്ന് പറഞ്ഞ ഐലൻഡുകളിലൊക്കെ അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ അവിടെ ടെമ്പററി ആയിട്ട് സ്ഥാപിക്കണം. എന്നാൽ മാത്രമേ ഈ പേർഷ്യൻ ഗൾഫിലോട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വരുന്ന മിസൈലുകളായിക്കോട്ടെ, അതേപോലെ തന്നെ ഡ്രോണുകളായിക്കോട്ടെ, ഇതൊക്കെ പകുതി വഴിക്ക് തന്നെ തടഞ്ഞ് അവിടെ വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ശക്തമായ രീതിയിൽ പേർഷ്യൻ ഗൾഫ് അഥവാ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഏരിയയിൽ നിന്നും ശക്തമായ രീതിയിൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ സാധിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ ലാൻഡ് നേച്ചർ അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ജിയോഗ്രഫി മനസ്സിലായല്ലോ. ഇതാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റുകൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും അമേരിക്ക ഇനി വരുന്ന ദിവസങ്ങളിൽ അറ്റാക്ക് നടത്താൻ പോകുന്നത്. കുഷസ്ഥാൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിലുള്ള അറ്റാക്ക് കുഷസ്ഥാനിൽ നടത്തിക്കഴിഞ്ഞാൽ ഇറാൻ പത്തിമടക്കും, ഉറപ്പാണ്. അമേരിക്ക കുഷസ്ഥാനിൽ അറ്റാക്ക് നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടി വരും. ഇറാൻ്റെ പ്രോക്സികളെ കൂടി അടിച്ചില്ലാതാക്കേണ്ടി വരും ഇറാഖിൻ്റെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറാഖിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക വളരെ ശക്തമായിട്ട് തന്നെ ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ അലി അൽ സാദിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ്റെ അടുത്ത മിലീഷ്യ ഗ്രൂപ്പുകൾ അവർ തകർക്കപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇറാൻ തുടങ്ങി വെച്ച കളി ഒക്ടോബർ 7, 2023 ഹമാസ് ത്രൂ ഇസ്രായേലിനുള്ളിൽ നടത്തിയ തീവ്രവാദ ആക്രമണം. അതിനെ തുടർന്ന് ഇപ്പോൾ ഹമാസ് ഏത് ലെവലിൽ നിൽക്കുന്നു? ഹമാസിൽ ഗാസ ഇപ്പോൾ 35% ചുരുങ്ങിയിരിക്കുകയാണ്. 40% ഇപ്പം 35% മാറിയിരിക്കുകയാണ്. ഒഫീഷ്യൽ റിപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് ഹെസ്ബുള്ള അവർ ലെബനാൻ്റെ ഉള്ളിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഹൂത്തികൾ സമയാസമയങ്ങളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹൂത്തികൾക്ക് ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അവരുടെ എൻറ്റയർ ക്യാബിനറ്റിനെ ഒരു രാത്രിയിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തീർത്ത് കളഞ്ഞ രാജ്യമാണ് ഇസ്രായേൽ, എൻറ്റയർ ക്യാബിനറ്റ്. അതുപോലെ തന്നെ ഇറാൻ്റെ പിന്തുണയിൽ ഒളിപ്പോര് നടത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ PMF എന്ന് പറഞ്ഞ ഈ മിലീഷ്യ ഗ്രൂപ്പുകൾ ഇറാഖിൻ്റെ ഉള്ളിലുള്ള, അതിലേക്കാണ് അടുത്ത നീക്കം. വളരെ വിശദമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ അനാലിസിസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ വാർത്തകൾ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മൾ പല വാർത്തകൾ അമേരിക്ക അവിടെ ആക്രമണം നടത്തി, അമേരിക്ക ഇവിടെ ആക്രമണം നടത്തി, അമേരിക്ക ഈ പോർഷനിൽ അറ്റാക്ക് നടത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആകുന്നുണ്ട്. ആ കൺഫ്യൂഷനിൽ നിന്നും ഒരു വ്യക്തത കിട്ടും. അമേരിക്ക എന്തുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ അറ്റാക്ക് ചെയ്യുന്നു, അമേരിക്ക എന്തുകൊണ്ട് കുഷസ്ഥാനിൽ അറ്റാക്ക് നടത്തുന്നു, അമേരിക്ക എന്തുകൊണ്ട് ബന്ദർ അബ്ബാസിൽ അറ്റാക്ക് നടത്തുന്നു, ചാബഹാറിൽ അറ്റാക്ക് നടത്തിയാൽ എന്താണ് ഗുണം, ഐലൻഡുകളെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്തത്. കാരണം ത്രൂ ഔട്ട് നമ്മൾ ഇനി അങ്ങോട്ട് ഈ ജിയോ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് എടുത്ത് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.